ഹായ്. ചിരി മാഞ്ഞ് ചാരമാകാൻ ക്ഷണനേരം മതിയെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. നമ്മളെ നഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതും വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമാണ്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ, ചില ആത്മബന്ധങ്ങൾ, ഇവർക്കൊക്കെ മാത്രമേ ഒരുപക്ഷെ നമ്മളെ നഷ്ടപ്പെടുന്നുണ്ടാവൂ. ബാക്കിയൊക്കെ എല്ലാവർക്കും നമ്മളെ മറക്കാൻ വളരെയധികം എളുപ്പമാണെന്നാണ് ഈ ഫ്ലൈറ്റ് അപകടം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരാരെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഒന്നും ബോധ്യപ്പെടുത്താതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ജീവിക്കാൻ വലിയ ധൈര്യം വേണം. കാര്യം ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഇമോഷൻസ് മാത്രമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം എന്തുമാത്രം സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ടോ അതുമാത്രമാണ് ബാക്കി പത്രം. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്. പക്ഷെ നമ്മുടെ സ്വപ്ന ലോകത്തിനും പരലോകത്തിനും ഇടയ്ക്കുള്ള ദൂരമെന്ന് പറയുന്നത് തീരെ ഇല്ലെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടാണ് ഡ്രീം ലൈനർ അഹമ്മദാബാദിൽ കരിഞ്ഞമർന്നത്. അപ്പോൾ ഉള്ള സമയത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്നത് മാത്രമാണ് ജീവിതം. ക്വാളിറ്റി ഓഫ് ലൈഫ് ഈസ് ക്വാളിറ്റി ഓഫ് ഇമോഷൻസ്. ഹാവ് എ ഹാപ്പി ലൈഫ്.